السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദയിലെ 61-ാമത്തെ വരിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവ സമയത്തുണ്ടായ അത്ഭുതങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, على حبيبك خير الخلق كلهم وبات إيوان كسرى. കിസ്റ രാജാവ്, പേർഷ്യ ഭരിച്ചിരുന്ന രാജാവാണ് കിസ്റ എന്ന് പറയുന്നത്. ആ രാജാവിന്റെ കൊട്ടാരം, അദ്ദേഹത്തിന്റെ ദർബാറിന്റെ ബാൽക്കണികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവി കൊണ്ട ആ രാത്രിയിൽ ആയിത്തീർന്നു. ഏത് സ്ഥിതിയിൽ? വഹുവ മുൻസദിഉൻ, അവ വിള്ളൽ വീണിട്ടുണ്ട്. ഏതുപോലെ? കശംലി അസ്ഹാബി കിസ്റ, കിസ്റ രാജാവിന്റെ സൈന്യം ചിന്നിച്ചിതറിയതുപോലെ, ഗൈറ മുൽതഇമിൻ, പിന്നീടൊരിക്കലും ഒത്തുചേരാത്ത, ഒരുമിച്ച് കൂടാത്ത വിധം അത് ചിന്നിച്ചിതറിയതുപോലെ ആ കൊട്ടാരത്തിന്റെ ബാൽക്കണികൾ തകർന്നു, അല്ലെങ്കിൽ വിള്ളൽ വീണുപോയി. ആ ഒരു അവസ്ഥാവിശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട ആ രാവിൽ സംഭവിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ കാലഘട്ടത്തിലെ ലോക വൻശക്തികളായിരുന്നു പേർഷ്യയും റോമും. പേർഷ്യ ഭരിക്കുന്ന ഭരണാധികാരിക്ക് പറയപ്പെടുന്ന പേരാണ് കിസ്റ എന്ന് പറയുന്നത്. തങ്ങളുടെ പാരമ്പര്യത്തിൽ വലിയ അഭിമാനിതരായിരുന്നു അവർ. അവരുടെ ശക്തിയും അഭിമാനവും പ്രകടിപ്പിക്കാൻ വേണ്ടി ദർബാറിന്റെ നീളം വർദ്ധിപ്പിക്കുകയും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പേർഷ്യക്കാരുടെ, അല്ലെങ്കിൽ ആ രാജാവിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഏതാണ്ട് 20 വർഷത്തിലധികം സമയമെടുത്ത് വിദഗ്ധന്മാരായ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയാണ് അക്കാലഘട്ടത്തിലെ രാജകൊട്ടാരം, ആ ദർബാർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അനോഷിർവാൻ എന്ന് പറയുന്ന രാജാവായിരുന്നു അക്കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ആ കൊട്ടാരം 22 ബാൽക്കണികൾ ഉള്ളതായിരുന്നു. അതിലെ 14 ബാൽക്കണികളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ രാവിൽ വിള്ളൽ വീണു, തകർച്ച സംഭവിച്ചു പോയി. നിലംപൊത്തി വീണിട്ടൊന്നുമില്ല, അത് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് തകരുന്നത്. അപ്പോ ബാക്കി 8 ബാൽക്കണികളാണ് അവിടെ തന്നെ നിലയുറപ്പിച്ചത്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ശേഷം 8 രാജാക്കന്മാർ കൂടെ പേർഷ്യ ആ രീതിയിൽ ഭരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇരിക്കട്ടെ. ഏതായിരുന്നാലും എന്താണ് പേർഷ്യൻ രാജാവിന്റെ ഈ കൊട്ടാരത്തിന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനുണ്ടായ കാരണം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദുമായി പിറവിയെടുക്കുകയാണ്. ഈ ലോകത്ത് നിലനിൽപ്പുള്ള തൗഹീദിനാണ്, അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അതല്ലാത്ത ശിർക്കും ബഹുദൈവാരാധനയും നശിക്കാനുള്ളതാണ് എന്നതിലേക്ക് വ്യക്തമായ സൂചനയായിരുന്നു അത്. മാത്രവുമല്ല, റോമിനേക്കാളും ഒരു പടി മുന്നിലായി ലോക പോലീസ് ചമയുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു പേർഷ്യ ആ കാലഘട്ടത്തിൽ. അവർ തീയാരാധകരായിരുന്നു. റോമിനെ പോലെയല്ല, തീയാരാധകരായിരുന്നു അവർ. അപ്പോൾ റോമിനേക്കാൾ ഒന്നുകൂടെ അവർ വിശ്വാസത്തിന് വൈകല്യം ലഭിച്ച ആളുകളായിരുന്നു പേർഷ്യക്കാരായ ആളുകൾ. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുക്കുന്ന സമയത്ത് ലോകത്ത് മറ്റുള്ള ബിൽഡിങ്ങുകൾക്കൊന്നും സംഭവിക്കാത്ത കേടുപാടുകൾ പേർഷ്യയുടെ രാജാവിന്റെ കൊട്ടാരത്തിന് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയിൽ വ്യക്തമായ സൂചന തൗഹീദിനെ നിലനിൽപ്പുള്ളൂ എന്നതിലേക്ക് ഉണ്ടായിരുന്നു. ഈ വരിയിൽ 2 ചരിത്രങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒന്ന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് ആ ബാൽക്കണികൾ തകർന്നു എന്ന ആ സംഭവവികാസത്തിലേക്കും, രണ്ടാമത്തത് കശംലി അസ്ഹാബി കിസ്റ എന്ന് പറയുന്ന ഭാഗം പിൽക്കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം തകർന്നു തരിപ്പണമാകുന്ന ചരിത്രത്തിലേക്ക് കൂടെ വിരൽ ചൂണ്ടുന്നുണ്ട്. പേർഷ്യ ഭരിച്ചിരുന്ന അബർവീസ് എന്ന് പറയുന്ന
ആ രാജാവിന്റെ കാലഘട്ടത്തിലാണ് സൈനിക ശക്തി മുഴുവനും തകർന്നു തരിപ്പണമായി പേർഷ്യൻ സാമ്രാജ്യം തകർന്നു പോകുന്നത്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം വ്യത്യസ്തങ്ങളായ രാജ്യത്തേക്കും രാജാക്കന്മാരിലേക്കും മഹിതമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരി കൊടുക്കുന്ന നയതന്ത്രപരമായ ഇടപെടൽ, ആ ഒരു കത്ത് കിസ്റ രാജാവിന്റെ കൈകളിലെത്തിയ ഒരു സംഭവം ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ കയ്യിൽ കിസ്റ രാജാവിനുള്ള കത്ത് കൊടുത്തുവിടുകയും ബഹ്റൈനിലെ രാജാവിന്റെ അടുക്കൽ അല്ലെങ്കിൽ ബഹ്റൈനിലെ ഗവർണറുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം കിസ്റ രാജാവിലേക്ക് ആ കത്ത് കൈമാറുകയായിരുന്നു. അലീമു ബഹ്റൈന്റെ ഉന്നതാധികാരി ആ കത്തിനെ കിസ്റ രാജാവിലേക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് എടുത്തു നോക്കിയിട്ട് പിച്ചി ചീന്തി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകളയുകയായിരുന്നു. ഒരു പരിഗണനയും ആ കത്തിന് കൊടുത്തില്ല. വിവരമറിഞ്ഞ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റക്കെതിരെ പ്രാർത്ഥിച്ചു എന്നതാണ് ചരിത്രത്തിൽ കാണുന്നത്. സ്വഹീഹായ ഹദീസിൽ ഈ വിഷയമുണ്ട്. എന്തായിരുന്നു ആ പ്രാർത്ഥന? അല്ലാഹു മസ്സിഖുഹും കുല്ല മുമസ്സഖിൻ, എല്ലാ അർത്ഥത്തിലും അവരെ ഛിന്ന ഭിന്നമാക്കണമെന്ന ആ പ്രാർത്ഥനയായിരുന്നു. അതിന്റെ പുലരിയാണ് അബർവീസ് എന്ന് പറയുന്ന കിസ്റ രാജാവിന്റെ കാലഘട്ടത്തിൽ വളരെ ശക്തമായ യുദ്ധത്തിൽ അവർ ചിന്നിച്ചിതറി സൈനിക ശക്തി മുഴുവനും തകർന്നുപോയി ആ സാമ്രാജ്യം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോ ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന വരിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ദർബാറിന്റെ 22 ബാൽക്കണികളിൽ നിന്ന് 14 ബാൽക്കണികളും നിലംപൊത്തി അല്ലെങ്കിൽ വിള്ളൽ വീണു എന്ന് പറഞ്ഞ ആ ഒരു വിഷയം സൂചിപ്പിക്കുന്നത്. അതാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനസമയത്ത് ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വരിയിൽ ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.